അല്ല ഇപ്പൊ എന്താ പ്രശ്നം? എന്താ കുട്ടിയെ അയാൾ ഉപദ്രവിച്ചു എന്നാണോ പറയുന്നത്? പക്ഷെ വണ്ടിയിൽ നിന്ന് കുഞ്ഞ് വീണിട്ടുണ്ട് എങ്കിൽ തന്നെയും കുഞ്ഞിന്റെ ദേഹത്തൊക്കെ മുറിവ് കാണണം. പക്ഷെ കുഞ്ഞിന്റെ മറ്റ് ഒരു സ്ഥലത്ത് മുറിവ് ഞങ്ങൾ ഫോട്ടോയിൽ കണ്ടിട്ടില്ല. ചിന്താഗതിയല്ലേ അതൊന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അത് നിങ്ങൾക്ക് അയാളടുത്തുള്ള ദേഷ്യങ്ങളോട് ചിലപ്പോൾ തോന്നുന്നതാ. ഉദ്യോഗസ്ഥനെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പം ലഭിക്കുന്നത്. 1.5 വയസ്സുകാരൻ കുഞ്ഞിന്റെ ജീവന്റെ ഉത്തരവാദി നിങ്ങളൊക്കെ തന്നെയാണ്. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകം, രണ്ടാനച്ഛൻ ക്രൂരമായി മർദ്ദിച്ച് കൊലപാതകം നടത്തിയ ഈ കേസിൽ ഈ ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥനെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഈ ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അവർക്ക് ഇതുപോലെയുള്ള ജോലികൾ ചെയ്യുന്നതല്ലാതെ ഇവർക്കൊക്കെ എന്താണ് പണി? ഇവരൊക്കെ മാസം മാസം ശമ്പളം മേടിക്കുന്ന അവർക്ക് 26 ദിവസം മുൻപാണ് മുത്തശ്ശി ഈ ചൈൽഡ് ലൈൻ ഓഫീസറെ വിളിച്ച് സംശയം പ്രകടിപ്പിച്ചത്. അതായത് ഈ രണ്ടാനച്ഛനാണ് കൂടെ നിൽക്കുന്നത്, അയാൾ എന്താണ് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സംശയം അയാളിലാണ് സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഈ മുത്തശ്ശി. ഈ കുഞ്ഞിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ, കുഞ്ഞിൻ്റെ ഒരു ഇതുപോലെ ഒരു സംശയം അവർക്ക് മനസ്സിൽ ഉടലെടുത്തപ്പോൾ അവർ പെട്ടെന്ന് ആശ്രയമായിട്ട് ആരെയാണ് സമീപിച്ചത്? എന്താണ്, ഫോണിൽ കൂടി ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥനെയാണ് അവർ വിളിച്ചാശ്രയമായിട്ട്, സാർ ഇങ്ങനെ ഒരു സംശയം എനിക്കുണ്ട്, കുഞ്ഞിനെ അവർ ഉപദ്രവിക്കുന്നുണ്ടോ എന്നുള്ള, അവൻ തന്നെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്, ഇതെനിക്കൊരു പരാതി പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് തുടങ്ങുന്ന വാക്കുകളാണ് നമ്മൾ അവരുടെ വോയിസ് മെസ്സേജ് നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്. അത് തെളിവുകളാണ്. അതായത് ആ കൊലപാതകം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അരിയാഹാരം കഴിച്ച് ജീവിക്കുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഇത് ക്രൂരമായ കൊലപാതകമാണ്. ഇത് പല ആൾക്കാരുടെ ശ്രദ്ധക്കുറവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പല ആൾക്കാരുടെ വേണ്ട സമയത്ത് ഉചിതമായ തീരുമാനം എടുത്തിട്ടില്ല. അത് ആ കേസിലേക്ക് വഴി തെളിക്കുന്ന ഒരു കാര്യത്തിൽ ഇവർ അന്വേഷിച്ചിട്ടില്ല എന്നുള്ള വിവരം എല്ലാ ജനങ്ങൾക്കും അറിയാം. അതെല്ലാവരും നമ്മളെല്ലാവരും പറഞ്ഞു കഴിഞ്ഞതുമാണ്. ഇനി അത് വീണ്ടും വീണ്ടും ആവർത്തിക്കൽ വലിയ അർത്ഥമില്ല. ചുരുക്കി പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ അശ്രദ്ധ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ വേണ്ട രീതിയിൽ സമയോചിതമായിട്ട് ഇടപെടുന്നില്ല. അവർക്ക് ശമ്പളം മാത്രം മതി എന്നുള്ള ഒരു ശക്തമായ രീതിയിൽ തന്നെ അവർ നിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? ഇതിൻ്റെയൊക്കെ ആരെയാണ് പൊട്ടന്മാരാക്കുന്നത്? ആ സ്ത്രീ, അതായത് കുഞ്ഞിൻ്റെ മുത്തശ്ശി 26 ദിവസം, കുഞ്ഞ് മരിക്കുന്നതിന് 26 ദിവസം മുൻപാണ് ആ മുത്തശ്ശി ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥനെ സമീപിച്ചത്, അഥവാ ഫോൺ ലൈനിന് ബന്ധപ്പെട്ടത്. സാർ എനിക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഒരു സംശയം എനിക്കുണ്ട്, അതിൽ സാർ ഇടപെടണം, അത് വേണ്ട രീതിയിൽ എന്താണെങ്കിൽ വേഗം എളുപ്പത്തിൽ ചെയ്തു തരണം എന്നുള്ള ഒരു വാർത്ത, അല്ലെങ്കിൽ എന്നുള്ള ഒരു ആവശ്യം ഒരു ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെടുമ്പോൾ അവിടെ എന്തായിരിക്കും? സഡനായിട്ടുള്ള ആക്ഷൻ എടുത്തോ? നിങ്ങൾ സഡനായിട്ടുള്ള അന്വേഷണം നടത്തിയോ? നിങ്ങൾ ഈ ചൈൽഡ് ലൈൻ ഈ ഉദ്യോഗസ്ഥൻ, ഈ മുത്തശ്ശി ബന്ധപ്പെട്ട ഈ ഉദ്യോഗസ്ഥൻ, നിങ്ങൾ അവിടെ പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടു, എല്ലാവരും കേട്ടു. മറുപടി പറയുന്നതൊക്കെ എന്താണ്? അങ്ങനെയൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല എന്നുവരെ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിങ്ങൾ അപ്പോൾ തന്നെ അന്വേഷണം വെച്ചോ? ഇതിൻ്റെ കാര്യം എന്താണ്? ഒരു മുത്തശ്ശി സംശയം പ്രകടിപ്പിക്കണമെങ്കിൽ ആ മുത്തശ്ശിക്ക് വേറെ വട്ടൊന്നുമില്ല അവർക്ക് ഇങ്ങനെ പറയാൻ. സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിലുള്ള വാക്കുകളാണ് നിങ്ങളോട് എമർജൻസി ആയിട്ട് നിങ്ങളോട് പറഞ്ഞതും ആവശ്യപ്പെട്ടതും. അപ്പോൾ നിങ്ങൾ ഈ എമർജൻസി ആയിട്ട് തന്നെ ആ കാര്യം എടുത്തോ? അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യം അന്വേഷിക്കുകയും ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനുമുള്ള എന്ത് ശ്രമമാണ് നിങ്ങൾ അവിടെ നടത്തിയിരിക്കുന്നത്? അത് ഈ കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും ചോദ്യമാണ്. അത് ഞങ്ങൾ ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ഉള്ള ആൾക്കാർ ഓരോന്നും കേരളത്തിലുള്ള ഓരോ ജനങ്ങളുടെയും വികാരമാണ് പ്രകടിപ്പിക്കുന്നത്. മനസ്സിലാക്കുക, എല്ലാവരും ഒരു ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. അതിൻ്റെതായ ആ നിഷ്കർഷിച്ചിട്ടുള്ള, അതായത് ഏത് വിഭാഗത്തിൻ്റെ ആൾക്കാർക്കാണോ അവിടെ ഉത്തരവാദിത്തം, ആരെയാണോ അത് ഏൽപ്പിച്ചിരിക്കുന്നത്, ആ തസ്തികയിലുള്ള ആൾക്കാർ തന്നെ അതിന് മറുപടി പറയണം. അതിന് കേസിന് എടുക്കേണ്ട കാര്യത്തിൽ കേസെടുക്കണം. നീതി മേടിച്ചു കൊടുക്കേണ്ട സമയത്ത് നീതി മേടിച്ച് തന്നെ കൊടുക്കണം. അതിന് ബാധ്യസ്ഥരാണ് നിങ്ങൾ ശമ്പളം വാങ്ങുന്നത് ജോലി ചെയ്യുവാനാണ്. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യും. അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് ചെയ്യും. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ജോലിക്ക്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊരു പരിഹാരമുള്ളൂ. എന്നെങ്കിലും ചെയ്താൽ മതിയോ? ഇപ്പം ആ കുട്ടിയുടെ ജീവൻ പോയത് എങ്ങനെയാണ്? നിങ്ങളെ പോലെയുള്ള നിരപരാധിത്വമുള്ള ആൾക്കാരുടെ കീഴിൽ പ്രവർത്തിക്കേണ്ട ഒരു കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. 1.5 വയസ്സുകാരൻ കുഞ്ഞിൻ്റെ ജീവന്റെ ഉത്തരവാദി നിങ്ങളൊക്കെ തന്നെയാണ്. മനസ്സിലായില്ലേ കാര്യങ്ങൾ?
അതായത് എന്താണ് ഇവിടെയൊക്കെ നടക്കുന്നത്? എന്താണ് നിങ്ങൾക്കൊക്കെ വേറെ ജോലി? ഇതുപോലെയുള്ള ജോലികൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ, മറ്റൊരാളല്ല ഇവിടെ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം സമയോചിതമായി ഇടപെട്ടുവരുന്നുവെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവൻ ഇന്ന് രക്ഷപ്പെടുത്ത 26 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ രണ്ടാനച്ഛൻ ക്രൂരമായി മർദ്ദിച്ച് എന്നും മർദ്ദിക്കുവാണ്. ഞാൻ എൻ്റെ റിയാക്ഷൻ വീഡിയോയിൽ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല വിഭാഗത്തിലുള്ള ആൾക്കാരുടെ അശ്രദ്ധ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ച പോലും ആയില്ല. അതിനു മുമ്പാണ് ഇയാളെ പുറത്താക്കിയെന്നുള്ള വിവരം ഇപ്പൊ കേൾക്കുന്നത്. അപ്പൊ അതിനൊക്കെ സത്യാവസ്ഥ ഇല്ലേ? നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്കൊക്കെ ബോധമുണ്ട്. ഇതൊക്കെ ഒരു കാര്യം കേൾക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ട്. ഓരോ വിഭാഗത്തിലും ഏൽപ്പിച്ചിരിക്കുന്ന അതാത് ഉദ്യോഗസ്ഥന്മാർ അതാത് നീതി നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയുവാനുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇന്നലെ എൻ്റെ മരുമകളെ എനിക്ക് ഒരു ഫോട്ടോയും വീഡിയോസ് ഒക്കെ അയച്ചെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതില് അവള് തന്നെ വോയിസ് അയച്ചിരിക്കുന്നുണ്ട്, കുഞ്ഞ് വീണു എന്ന് പറഞ്ഞിട്ടാണ്. അതായത് കൊച്ചിന് കളിപ്പാട്ട ഒരു വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് സിറ്റ് ഔട്ട് ഇത്തിരി പൊക്കമുള്ളതായിരുന്നു, അവിടെ നിന്ന് 3 കാരണം മറിഞ്ഞു. ഇപ്പൊ ഞാൻ നിലവിൽ ഇതുവരെയും വിളിച്ചിരുന്നില്ല, മോളെ വിളിച്ചിട്ടില്ല. അപ്പോൾ കുഞ്ഞിന്റെ അപ്പൊ ഇങ്ങനെ ഒരു പക്ഷെ വണ്ടിയിൽ നിന്ന് കുഞ്ഞ് വീണിട്ടുണ്ട് എങ്കിൽ തന്നെയും കുഞ്ഞിന്റെ ദേഹത്തൊക്കെ മുറിവ് കാണണം. പക്ഷെ കുഞ്ഞിന്റെ മറ്റ് ഒരു സ്ഥലത്ത് മുറിവ് ഞങ്ങൾ ഫോട്ടോയിൽ കണ്ടിട്ടില്ല. 2 കൈയിലും. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ കുട്ടിയെ അയാൾ ഉപദ്രവിച്ചു എന്നാണോ പറയുന്നത്? അതെ, എനിക്ക് അങ്ങനെ സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ എന്തൊക്കെ വിഷയങ്ങളുണ്ട്. പലതും ഐഡിയ ചെയ്യുന്നുണ്ട്. അല്ല, നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കുട്ടിയെ നോക്കുന്നതിന് ഒരു വിഷയവും ഇല്ല. എനിക്ക് സന്തോഷമാണ്. എന്റെ വീട്ടിൽ നിന്ന് കുട്ടി നല്ല സന്തോഷത്തിലാണ് നിന്നത്. 3 മക്കളെ തെറ്റി വളർത്തിയെങ്കിലും ഇതുവരെയും എന്റെ കുഞ്ഞുങ്ങളുടെ ദേഹം പോലും മുറിയാൻ അനുവദിക്കാണ്ടാണ് ഞാൻ വളർത്തിയത്. പക്ഷെ അവള് എങ്ങനെ ഈ കുട്ടിയോട്, അവളിപ്പോ ചിലപ്പോ ഒരുപക്ഷെ അവള് അടുക്കളയിൽ എവിടെയെങ്കിലുമൊക്കെ നിന്നപ്പോഴത്തേക്ക് ആ വണ്ടിയോടുകൂടി ഇനി കിള്ളി എടുത്ത് എറിഞ്ഞതാണോ, ഇനി അവനെ അടിച്ചെടുത്തതാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം. നമ്മുടെ ചിന്താഗതിയല്ലേ, അതൊന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അത് നിങ്ങൾക്ക് അയാളുടെ അടുത്തുള്ള ദേഷ്യങ്ങളുണ്ട്, ചിലപ്പോൾ തോന്നുന്നതാവാം. ഇപ്പൊ കുട്ടി തന്നെ വീണത് തന്നെയാവാം. നമ്മൾ എന്ത് ചിന്തിക്കുക?